we're stronger than we were when you and I began. I don't know what's harder, holding on or letting go. I don't know if we oughta, know if we oughta, know I don't. Wait a little bit longer, wait a little, we'll be coming around again. 'Cause you know we're stronger than we were when you and I began. I don't know what's harder, holding on or letting go. I don't know if we oughta, know if we oughta, know I don't. I don't know where I'm going, but I know it's gonna be good. I don't know where we're going, but I know it's gonna be good. സ്തുതിക്കതീപരനെ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മനസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരായ ദൈവം പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടക്കം പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിക്കണമേ. രാജ്യശക്തി മറിയമേ നിനക്ക് സമാധാനം. നിരന്തരഫലമായ നമ്മുടെ കർത്താവേ ശിശുവാഴ്ത്തപ്പെടുന്നവനാകുന്നു. മറിയമേ സമയത്തും ശ്രീതമ്പനാണ് അപേക്ഷിച്ചുകൊള്ളണമേ. സർവാധിപതിയും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിന്റെ മധ്യാഹ്നത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കുമായിട്ട് നിന്നെ ഞങ്ങൾ 1000 10,000 സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം വരെ ഈ ഭവനത്തെ അവിടുത്തെ കരത്തിൽ വഹിക്കുകയും ഈ ദേശത്ത് നിന്ന് നല്ല സാക്ഷ്യം നൽകുമെന്നൊക്കെ ഈ ഭവനത്തെ ഒരു നല്ല നടുതലയായി ദേശത്ത് സ്ഥാപിക്കുകയും അവിടുന്ന് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളിലൂടെയും പൈതങ്ങളിലൂടെയും ഈ ഭവനം ശ്രേഷ്ഠീകരിക്കപ്പെടുവാനും കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നുപോയി ആചാര്യ ശ്രേഷ്ഠന്റെ അനുഗ്രഹകരമായിരിക്കുന്ന മധ്യസ്ഥതയാൽ ഈ ഭവനം അനുഗ്രഹീതമായി തുടർന്ന് ശ്രേഷ്ഠമായി തീരുവാൻ അവിടുന്ന് സഹായം ചെയ്യണം. ഈ ഭവനത്തിന് ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ വളർച്ചയിലും ഉയർച്ചയിലും നിന്റെ മക്കൾക്ക് സന്തോഷിക്കാതാക്കും. അവിടുന്ന് കൂടിയിരിക്കുകയും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തുകയും കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിച്ച് നിന്റെ മക്കൾ ജീവിപ്പാനിടയായി തീർന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവിന്റെ മകനുവേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പങ്കാളിയെ കണ്ടെത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവിടുന്ന് അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു. അശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നിന്റെ മകനെയും മകളെയും അവിടുന്ന് വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. നിന്റെ മക്കൾ സ്വർഗരാജ്യത്തിന്റെ മുന്നാസ്വാദനം അനുഭവിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വിവാഹ കൂദാശിയുടെ ആത്മാവിനും ശരീരത്തിലും മനസ്സിലും നന്നായി തീർന്നു. ദൈവനാമ മഹത്വത്തിൽ ജീവിക്കാൻ അവിടുന്ന് ഇടയായി തീരണമേ. മറ്റുള്ളവർക്ക് നല്ലൊരു സാക്ഷ്യമുള്ള കുടുംബജീവൻ നയിപ്പാൻ നിന്റെ മകനെ സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് ആദ്യം മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും അവരേക ശരീരമായി തീരുകയും ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം ഇന്ന് നിന്റെ മക്കളിൽ നിറവേറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്റെ മക്കൾ സ്വർഗരാജ്യത്തിന്റെ മുന്നാസ്വാദം അനുഭവിപ്പാനും തൃത്വത്തിന്റെ ആഴമാർഗ സ്നേഹവും സംയോജിപ്പും അനുഭവിപ്പാനും അവിടുന്ന് ഇടയാക്കി തീർക്കണം. വാങ്ങിപ്പോയിരുന്ന അനുഗ്രഹാശസ്യത്തിന്റെ മക്കളോടുകൂടി ഉണ്ടാകണമേ. ഇന്നത്തെ വിവാഹോദാശയെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള യാത്ര യഥാസമയം ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ശുശ്രൂഷകളിൽ പങ്കുചെയ്യുവാൻ തക്കവണ്ണം കൃതീകൃതമായി തീരണമേ. അനുകൂലമായ കാലാവസ്ഥ നന്മകളും പ്രദാനം ചെയ്യണമേ. കടന്നു വന്നിരിക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനെ സ്വതന്ത്രമായി തീരണമേ. സ്വർഗീയനാഥ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂടിയൊരുവനായി സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തെ അനുബന്ധ കാര്യങ്ങളെയും തിരുത്തനെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഭാവി ജീവിതത്തെ സമർപ്പിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും യേശുവിന്റെ നാമത്തിൽ തന്നെ ആയത് ദൈവമാതാവിന്റെയും ദൃഢകാൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ശേഷ സരസ്വതിയുടെ ശുദ്ധികളുടെയും പ്രാർത്ഥന മധ്യസ്ഥയാലും തന്നെ.
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനായ ദൈവം, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, സ്ത്രീ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃശ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളുടെ വിശ്വസിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. വിനിയോഗങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യം ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബലഹീനവും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹിക്കണം കരുണി തന്റെ ലോകങ്ങളിലും എന്നേക്കും സ്വീകരിക്കണമേ. ആമേൻ. ഈ വിഭാഗത്തിലും ഉണ്ടാകുവാൻ ക്ഷേമമായ സന്തോഷം നിങ്ങളെ ഒഴിവാക്കണമേ. നിങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിങ്ങൾ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാലും വായിക്കുകയും നിന്റെ ദയവാലും സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും നിങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. നിങ്ങളുടെ മണവാളൻ പൂർണ്ണ മണവാളൻ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ മാതൃത്വത്തിന്റെ പ്രതിപത്തിയുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ പരിശുദ്ധന്മാരുടെ ഗണത്തിലും ചേർന്ന് വന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ. എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ്യത്തിൽ പ്രകാരം നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ പാർക്കണമേ. ഇന്നാണ് ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളെ കുറിക്കുന്നു. ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്തു. അതിന് നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാൻ തന്നെ. എന്തെന്നാൽ നീ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ അഭ്യന്തരിക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷമമുള്ള എന്റെ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ ഞാൻ ദ്രോഹം ധരിച്ചു. എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായിക്കണമേ. തിരിച്ചറിയണമേ. ഭക്തന്റെ ആത്മാവിന്റെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരന്റെ വഴി പഠിപ്പിക്കും. പാപങ്ങൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും.
ദൈവത്തിന്റെ വലുതാനുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ വിശ്വാസിയോട് വിശ്വസിക്കണമേ, ഉത്സവങ്ങളെ പണിയണമേ. അപ്പോൾ നീ എന്തിനും കോപത്തിൽ രക്ഷപ്പെടും. അപ്പോൾ നിന്റെ രക്തമേൽ കാണാൻ കഴിയും. ദൈവമേ, സ്നേഹമാകുന്നു, പാർക്കുമോ. എന്റെ പൂലം വാതാവൊളിപ്പോ പൊൽമീനാമേ ൃഗാദിലക്ഷമായോനേ മാപസാഹലഹോനേ ആതുലകൻ ശുദ്ധസോദാ പശീഹോ പലരഹമേ. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപും പുകഴ്ചയും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ലവന്റെയും നിത്യവും ഇടപെടാതെ കഴിയുവാൻ വെടിയങ്ങൾ യോഗ്യരായി തീരണമേ. തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതിച്ചു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരമാടുവിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമുണ്ടേലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹും മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളോടവയുമായ ദൈവമേ, നീ അനശ്വരമായി വെളിപ്പെടാൻ ഓരോന്നും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവത്തോടെ അതിനെ നടക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്ത വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയതൊരു വരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ദൈവമായ കർത്താവേ, ഈ വന്യപിതാവ് ചെയ്തു വച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും രക്ഷകരൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ നാം കൈക്കൊള്ളുമാറാകട്ടെ. പ്രതിവൃത്തയാ പരിപാവന സഭയെ വാനോത്ഥാനം വീട്ടൊരു നേരം ഭരണം ശീമോനെ കൈപ്പേ ചാർവിനേരീരം സംരക്ഷിക്കും പാർക്കുമോ മൂലം പാതാമുൽ മൂലം വീണാമേ
പരസ്പരമെടുക്കുള്ള ആത്മാക്കളെ തനിക്കായി വാദനിശ്ചയം ചെയ്ത സാക്ഷാൽ സത്യമർമ്മമായുള്ളവരെ രൂപാതിരിക്കുന്ന ബലഹീനങ്ങളെ ബാധ്യസ്വം മൂലം പരസ്പരം വാദനിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളെ മണവാളത്തുന്ന മധ്യസ്ഥാനത്തിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനെന്ന സുൽത്താനുള്ള മധുരാപരിമളം വീശുവാൻ ആത്മാവിന്റെ ശരീരത്തിലും പരസ്പരം സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാർവായിക്കും സമർപ്പിക്കുമാറാകണമേ. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മോദനത്തോടുകൂടി അവിടത്തേക്ക് അനുഗ്രഹവും നിലനിൽക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവനോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ അതിശയവാദത്തിന്റെ പരിശുദ്ധ പോലെ ആചാര്യന്മാരുടെ ഇടാവുന്ന വാദിച്ചിട്ടുള്ള ഈ മോദനം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്സരങ്ങളുടെ സുഖയോടും സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും ഈ സുഖത്തെ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനത്താൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തന്നെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതിയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാരക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിന് അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹവും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ പേരിൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുവാണമേ. ബാറക്കുമോർ ഹോശോ വബകുലസുമായി ലവൽ ബി. സഭയാ തിരുസഭയാമേ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. വന്നിരിക്കുന്നേ
വന്നേ വീട്ടൊരു മഴവാളൻ തന്നെ മോദിതമായ പാതലികേരം വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മിനിറ്റ് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹപ്രകാശയുടെ 2-ാം ക്രമം കിരീടം വാഴുന്ന ശുശ്രൂഷ ദൈവം തൻ ബഹുകൃപയാ ഹൗവയുടാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ുടവരാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യുടെ സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ മൂലം വാതാവോലം പൊല്ലിയാമേ എസ്രനിയൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഓദിക്കിട്ടെ പരം ശക്തിനം രക്ഷയിതം ദ്രപതി സുന്ദരി നീ ജാതികളിൽ സൂനു ദ്രൗപദിശലോൻ വിമലസഭേ നിന്നെ ലാളി പൂതിൻ ആദരങ്ങൾ മധുവർഷിക്കുന്നു വസുര സുഗന്ധം നീ സാക്കു സുവസമം സവൈ സകലവിധം സുഖി നീ കരത്തീർത്താക്കു ശ്രീമായി വന്ദിപ്പതിനാം രാജാവാമസിഹാ ആകും ദൂതിൻ്റെ പാർട്ടിയോ Hola, Hallelujah.
മലിനം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകീടാതെ ചവയാ അന്യൂനം മൂന്നും കോട്ടകളിലെ സ്ഥലമേവ പാർക്കാം നാദസുഖാമരുവായ ഏകൈക്കും കേൾക്കും മണിമയനും മലവാട്ടി സമം മാറ്റി മേലും നേഹാലെ ലൂയാ ഊഹാലെ ലൂയാ കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത്തിയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവ ഇതുവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശു വബകുൽ സുബ്ഹാനൽ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ ആകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ മോദി കേട്ട പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നിർമ്മതി ഹല്ലേലൂയ. മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത്
നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിനായ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ സ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ സ്ത്രീകളും എന്നേക്കുമുണ്ടാകട്ടെ. ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹ തമ്പുരാന്റെ വിശാദാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യേഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ചതാണ് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥമെടുത്തുവെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോടുത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന്. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ തിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ത്രീവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ പ്രകാരമാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തും ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങൾ വായിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാണിന്നുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെയാചാര്യൻ അണിക്കും മകുടം രമ്യം. വൈദിക സമ്മാശന്മാർ അൻപാലിമ്പം നൽകാ മുടിയാൽ മണവാളൻ മണവറയാൽ മണവാട്ടിക്കും. ശാദി നീലോ ദർദൽക്കും മസീഹോ ദീദാ കൊഹലേ സഹായോ
ഭാരിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിയുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മകുടം പാരം രുചിരം ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം താൻ സ്നേഹാ വിജയക്കൊടി താൻ സ്നേഹാ നമ്മെ രക്ഷിച്ചിടും സ്നേഹായിൽ പുകഴുന്നു വിമാനം പതിഭക്തി ോടുപടം പ്രകയത്തിനാവൃതയാ മൂടണമതുപോൽ മണവാട്ടി. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹായ യഥാർത്ഥമായതിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ.
മിശിഹാദിന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈ നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരിക, ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവൻ നോഹിന്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി കരയേറ്റാം. ഹോശോ ബകുല സുബാലവൽ മീ ആമീൻ. ഇതിൻ തോട്ടം നട്ടോനേ, നീയാണൻ യുവമണവാളൻ. തോട്ടത്തിനൻ പേരാ വിശേഷിടുക കൊടുത്തന്നൽ. ശിവായാനവകാശതരം മുദ്രിതമാക്കി തീർന്നടാ. കൈമവിടുത്തി സ്വർഗത്തെ പന്തിയിലെന്നെ തീയേറ്റി. മൊഴിയോരാകെ നീരേനു ആധാരേ. തകളം മോറാം തലമുത്തുറാമോ തമരേനമേ. മാബോ സാൻ ബാബദരകമേ അൽനഫുശോസാ. നാമം ചൊല്ലി ദമ്പതികൾക്കായി മഴമേകീണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാ. എൻ കർത്താവേ, ഇവരുടെ വാകളെ വാഴ്ത്തിയിടേണം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്.
ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പേ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും ഒന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധകന്യമറിയാമയുടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇപ്പോഴും ആകാശത്തിന്റെയും ഭൂമിയുടെയും
وسلس مريم ديرتو أبارف بطل بينا ما هو سوشب تدرسو نفرون بن سرابر سيبوسو هاليلويا شامي باسي مرحبون باركمو من مولم وادام المولم والبيرامين urkovail marshamayo vaidiyakra dukarono nestarabun basalabosu stomen kalos kurilaitso tu bola shali tu vai bola sobade yomulu mubarakmo Sulam Shiho, Saipin Augefe, Pafalarawe, Puriyorahi Melaino Adara, Apisa Mangadise, Pelavatun Semeyore, Navaravadava Halmena, Maho Soshivade Roso. വിവാഹോദ്ദേശങ്ങളോടുകൂടി സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കീഴ്പ്പെട്ടുമാറാകട്ടെ. ദൈവമായ വിശ്വാസികളായ ഭാവപരിഹാരം നൽകി ആശ്വസിക്കട്ടെ. പിതാവും പരിശുദ്ധമായ ബലഹീനവും നിസ്സാരവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും മഹിമയുള്ളതുമായ സിംഹാസനത്തിന് മുമ്പ് കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാകണം. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളുടെ വിവാഹോദ്ദേശാദയും കൃപയാലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മാനുഷിക സ്നേഹങ്ങൾക്കും അതീതമായ ഒന്നാണ് മശിഹയുടെ സ്നേഹമെന്ന് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് അറിവുള്ളതാണ്. അതൊരു നിരുപാധികമായ സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. ജലാലുദ്ദീൻ റൂമിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. Beyond the right doings and wrong doings, there is a place. I will meet you there. എല്ലാ ശരീരത്തികൾക്കും അപ്പുറത്ത് ഒരു നല്ല നിലയുണ്ട്. നിനക്ക് നിന്റെ ശരിയുണ്ട്, ഉള്ള ശരിയുണ്ട്. ഈ രണ്ട് ശരിയുടെയും അപ്പുറത്ത് ഒരു വലിയ ശരിയുണ്ട്. ആ ശരി കണ്ടെത്താൻ എപ്പോഴും ശ്രമിക്കണം. അതിന് പ്രാർത്ഥന സഹായിക്കും, നോമ്പ് സഹായിക്കും, ഉപവാസം സഹായിക്കും, ദേവാലയ ബന്ധം, വേദധ്യാനം സഹായിക്കും. ഈ നല്ല ദൈവബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ഉറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. I'd wait forever if that's what it takes, just for one day together where we fly away and we find all our dreams woven up in the stars. And time wouldn't wait, but it wouldn't have to. Forever I'd stay right there beside you, 'cause all that I need is always wherever you are. Oh, let's get lost in a daydream. Over and over we'll fall, lost in time.
മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും സ്റ്റേജിലേക്ക് കടന്നിട്ടുള്ള സ്നേഹത്തോടെ
I'm saying,